തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷന്റെ 3-ാം മുറയിലെ അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 4 പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന റിപ്പോർട്ട്. ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേരെ സസ്പെൻഡ് ചെയ്യും. മോഷണ കേസ് പ്രതി ജിനുവിനെ സെല്ലിലിട്ട് ക്രൂരമായി തല്ലിയെന്നാണ് കണ്ടെത്തൽ. പ്രതി ജിനുവിന്റെ അറസ്റ്റ് രേഖകളിലും കൃത്രിമം കാട്ടി. 2 ദിവസം മുൻപാണ് ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ജിനുവിനെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നാലെ ഫോർട്ട് പോലീസിന് കൈമാറുകയായിരുന്നു. ജിനുവിന്റെ കൂട്ടാളികളായ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഫോർട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലാണ് പ്രതികൾ പിടിയിലാകുന്നത്. പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ബൈക്ക് മോഷണ കേസിലെ കൂട്ടുപ്രതിയായ ഉണ്ണിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ മജിസ്ട്രേറ്റ് ഇരുവരുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലെ 3-ാം മുറയിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 4 പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഗ്രേഡ് SI ഉൾപ്പെടെ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തിരിക്കുന്നത്. മോഷണക്കേസ് പ്രതി ജിനുവിനെ സെല്ലിലിട്ട് ക്രൂരമായി തല്ലിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി ജിനുവിന്റെ അറസ്റ്റ് രേഖകളിലും കൃത്രിമം കാട്ടിയിട്ടുണ്ട്. 2 ദിവസം മുൻപാണ് ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട് ജിനുവിനെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ഫോർട്ട് പോലീസിന് കൈമാറുകയായിരുന്നു. എന്തായാലും ജിനുവിന്റെ കൂട്ടാളികളായ 2 പേരെയും പോലീസ് അന്നേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഫോർട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിലാണ് ഈ പ്രതികളൊക്കെയും പിടിയിലാകുന്നത്. എന്തായാലും പോലീസ് സെല്ലിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനു നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ഇവരുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ചിതറയിൽ മകളോടൊപ്പം ജീവനൊടുക്കാൻ ശ്രമിച്ച അമ്മയും മരിച്ചു. വട്ടമുറ്റം സ്വദേശി സിന്ധു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മകൾ ലക്ഷ്മി വീടിനുള്ളിൽ തറയിൽ അബോധാവസ്ഥയിലും അമ്മ സിന്ധുവിനെ അടുത്ത മുറിയിൽ തൂങ്ങിയ നിലയിലും കണ്ടെത്തിയത്. ഉടൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മകൾ ലക്ഷ്മി മരിച്ചിരുന്നു. സിന്ധുവിനെ കടയ്ക്കലിലെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി 10 മണിയോടെയാണ് മരിച്ചത്. കുടുംബ പ്രശ്നമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. മുൻ വട്ടമുറ്റം വാർഡ് മെമ്പറായിരുന്നു സിന്ധു. കണ്ണൂർ കൂത്തുപറമ്പിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് 60-കാരിക്ക് ദാരുണാന്ത്യം. മെരുവമ്പായി പള്ളിക്കുന്നിൽ രാവിലെയാണ് അപകടമുണ്ടായത്. പള്ളിക്കുന്ന് വള്ളിൽ ഹൗസിൽ പ്രേമിയാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് അച്യുതന് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ അച്യുതനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകന്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ഭർത്താവിനൊപ്പം റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രേമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല.